അവളെ റോബോട്ടിന്റെ വേഷത്തിലാക്കി ഹീറോയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വഴി ആ പെട്ടിയുടെ ഉള്ളിൽ വെച്ച് അവൾക്ക് കോൾ വരാണ്. വിളിക്കുന്നത് നമ്മുടെ ഹീറോ ആണ്. അന്ന് ആ ടോയ് എൻ്റെ നിന്ന് വാങ്ങുന്നതിന്റെ ഇടയ്ക്ക് നീ എന്റെ മാല പൊട്ടിച്ചൂലേ, മര്യാദയ്ക്ക് അത് തിരിച്ചു തന്നോ എന്നും പറഞ്ഞ് ഹീറോ ചീത്ത പറയാണ്. ഇതേ സമയം അവൾ കോള് കട്ടാക്കി വേഗം പെട്ടിക്കുള്ളിൽ സ്റ്റഡി ആയിട്ട് നിന്നു. ഹീറോ പെട്ടെന്ന് റോബോട്ടിനെ വിളിച്ചുണർത്തിയതും നമ്മുടെ ഹീറോയിൻ റോബോട്ടിന്റെ കാര്യം മറന്ന് എന്റെ ദൈവമേ എന്നും പറഞ്ഞ് ഒച്ചയിട്ടു. ഈ കാര്യം അപ്പൊ തന്നെ സയന്റിസ്റ്റിനെ വിളിച്ച് പറഞ്ഞപ്പോൾ റോബോട്ട് ഫ്രണ്ട് മോഡിലാണ് കിടക്കുന്നത്, അത് ഓപ്പറേഷൻ മോഡിലാക്കിയാൽ എല്ലാം ശരിയാവുമെന്നും പറഞ്ഞ് എസ്കേപ്പ് ആയി. 3 മണിക്കൂർ ഈ റോബോട്ടിനെ ടെസ്റ്റ് ചെയ്യാനാണ് ഇന്ന് കൊണ്ടുവന്നത്. അതുകൊണ്ട് ടെസ്റ്റിംഗ് ആരംഭിച്ചു. എന്ത് ചോദിച്ചാലും അവൾക്ക് പറയാൻ പറ്റുമായിരുന്നു, കാരണം സയന്റിസ്റ്റ് ലാബിലിരുന്ന് അവളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കറക്റ്റ് സമയത്ത് കറണ്ട് പോയി. ഇപ്പോൾ സയന്റിസ്റ്റിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അവൾ ആകെ പെട്ട അവസ്ഥയിലിരിക്കുമ്പോഴാണ് ഹീറോ ടാസ്ക് കൊടുക്കുന്നത്. ലെഫ്റ്റ് കാല് പൊക്ക്, റൈറ്റ് കാല് പൊക്ക്, റൈറ്റ് കാല് പൊക്ക്, ലെഫ്റ്റ് കൈ പൊക്ക്, ഇങ്ങനെ കുറെ പറഞ്ഞപ്പോൾ അവളെല്ലാം തെറ്റിച്ചു. അപ്പോൾ റോബോട്ടിന്റെ ഫിസിക്കൽ ടാസ്കിൽ അവൾക്ക് -2 പോയിന്റ് കൊടുത്തു. അടുത്തതായി IQ ലെവൽ ടെസ്റ്റ് ചെയ്യാൻ അവിടെ വെച്ചിരുന്ന ന്യൂഡിൽസും ഫ്രൂട്ട്സും പിന്നെ ഒരു വലിയ കണക്കും അവൾക്ക് കൊടുത്തു. അത് കണ്ടുപിടിച്ചാൽ ഈ ലോക്കർ തുറക്കാനുള്ള ആൻസർ കിട്ടുമെന്നും എന്നിട്ട് അതിന്റെ ഉള്ളിൽ എന്താണ് വെച്ചിരിക്കുന്നത് എന്ന് നീ കണ്ടുപിടിക്കണമെന്നും പറഞ്ഞ് അവൾക്ക് 3 മിനിറ്റ് സമയം കൊടുത്തു. അവൾക്ക് ആണെങ്കിൽ കണക്ക് പണ്ടേ വെറുപ്പായതുകൊണ്ട് അവൾക്ക് കണക്ക് ചെയ്യാനൊന്നും അറിയില്ല. എന്ത് ചെയ്യണമെന്ന് പരിഭ്രമിച്ച് ഇരിക്കുമ്പോഴാണ് അവൾക്കൊരു ഐഡിയ തോന്നിയത്. ഐഡിയ എന്താണെന്ന് അറിയാൻ നെക്സ്റ്റ് പാർട്ട് കാണൂ.